ദേവമംഗള ആസ്ട്രോ മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ മംഗളൻ ശർമ്മ. ഇവിടെ ബുധൻ ഒരു ജാതകത്തിൽ ബലഹീനനായി നിന്നാൽ ഉണ്ടാകാൻ സാധ്യതയുള്ള രോഗങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ജന്മാന്തരകൃതം കർമ്മവ്യാധി രൂപേണ ജായതേ, അതായത് ജന്മാന്തരത്തിൽ ചെയ്ത പാപകർമ്മങ്ങൾ ഈ ജന്മത്തിൽ വ്യാധി രൂപേണ ആവിർഭവിക്കുന്നു എന്നാണ്. രോഗത്തിൻ്റെ ഈ ജന്മാന്തര ബന്ധത്തെയും ജാതകസ്ഥിതി ഗ്രഹങ്ങളുടെ രോഗസൂചകത്തെയും അടിസ്ഥാനമാക്കി രോഗം ബാധിക്കാതിനിടെയുള്ള ശരീരഭാഗം, അവയവം, രോഗം വരുന്ന കാലഘട്ടം, രോഗം എത്ര നാൾ തുടരും, എത്ര നാൾ കൊണ്ട് മാറും, ആയുസ്, മരണം, ഇതെല്ലാം തന്നെ ജാതകത്തിലെ ഓരോ ഗ്രഹത്തിൻ്റെയും ബലാബലക്ഷയത്തെ അനുസരിച്ച് മുൻകൂട്ടി കണ്ടെത്താനും അതിനുവേണ്ട പരിഹാരങ്ങൾ ചെയ്യാനും ജ്യോതിഷത്തിന് കഴിയും. 17 വർഷക്കാലമാണ് ബുധദശയുടെ ദൈർഘ്യം ഒരു ജാതകന് അനുഭവത്തിൽ വരിക. എന്നാൽ ആദ്യ നക്ഷത്രദശയായി ബുധൻ വരുന്ന ആയില്യം കേട്ട രേവതി നക്ഷത്രക്കാർക്ക് ഗർഭജന്മശിഷ്ടദശയായ ബുധദശ ജന്മശിഷ്ടം എത്ര വർഷം ബാക്കിയുണ്ടോ അതായിരിക്കും അനുഭവത്തിൽ വരിക. ഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ ബുധനെ ബുദ്ധികാരകൻ, വാക്കാരകൻ, വിദ്യാകാരകൻ, നാഡീകാരകൻ എന്നൊക്കെ വിശേഷിപ്പിക്കാറുണ്ട്. എന്നാൽ ഇവിടെ ബുധൻ്റെ ബലഹീനത കൊണ്ടുണ്ടാകുന്ന രോഗങ്ങളെക്കുറിച്ചും മാത്രമാണ് പറയുന്നത്. അതിനാൽ മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. ചിലരെങ്കിലും പറയുന്നത് നിങ്ങൾ കേട്ടിരിക്കും, എനിക്കിപ്പോൾ ബുധദശയാണ്, പക്ഷേ രോഗങ്ങളും പ്രശ്നങ്ങളും ഒഴിഞ്ഞിട്ട് നേരമില്ല എന്നും മറ്റും. എന്നാൽ ഇതിന് പ്രധാന കാരണം ജാതകത്തിൽ ബുധൻ ദുർബലനായി നിൽക്കുന്നതുകൊണ്ടാണ്. ബുധൻ ജാതകത്തിൽ 6, 8, 12 നിൽക്കുക, 6, 8, 12 ഭാവാധിപതികളുടെ യോഗദൃഷ്ടി, 6, 8, 12 ഭാവാധിപത്യം വരിക, പാപഗ്രഹങ്ങളുടെ യോഗദൃഷ്ടി വരിക, പാപമധ്യസ്ഥിതി വരിക, ബുധൻ മഹാദശാനാഥൻ്റെ ശത്രുവാകുക, ബുധൻ രോഹിണി, അത്തം, തിരുവോണം നക്ഷത്രങ്ങളിൽ നിൽക്കുക, ബുധൻ മീനത്തിലോ കർക്കിടകത്തിലോ നിൽക്കുക, മൃത്യുഭാഗയിൽ നിൽക്കുക. ഇതൊക്കെ ബുധൻ ബലഹീനനാകുന്ന ദുർബലനാകുന്ന ചില അവസ്ഥകൾ മാത്രമാണ്. ഇങ്ങനെയുള്ള ഏതെങ്കിലും സ്ഥിതി ബുധന് വരുമ്പോൾ അതാത് ഗ്രഹങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള രോഗങ്ങൾ അനുഭവത്തിൽ വരാൻ സാധ്യതയുണ്ടാകുന്നു. എന്നുവെച്ച് ബുധൻ എല്ലാ കാലത്തും രോഗങ്ങൾ നൽകുന്നു എന്നല്ല. ബുധൻ ഉദരരോഗങ്ങൾ, കുടൽ രോഗങ്ങൾ, നാഡീസംബന്ധമായ രോഗങ്ങൾ, ചർമ്മരോഗങ്ങൾ, കണ്ണ്, ചെവി, തലച്ചോറ് എന്നിവയിൽ ഏതെങ്കിലുമൊക്കെ രോഗങ്ങൾ, അതുപോലെ തന്നെ ഉന്മാദം, ബുദ്ധിമാന്ദ്യം, വ്യതിരത, വിഭ്രാന്തി, അപകടങ്ങൾ മൂലമുള്ള രോഗാതി ദുരിതങ്ങൾ, ഇതൊക്കെ ബുധനുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളാണ്. ജാതകത്തിലെ മേൽപ്പറഞ്ഞ ഗ്രഹസ്ഥിതി അനുസരിച്ച് അതാത് ഗ്രഹങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള രോഗങ്ങൾ അനുഭവത്തിൽ വരും. എന്നാൽ ബുധൻ ജാതകത്തിൽ ബലവാനാണെങ്കിൽ ആരോഗ്യവും ശുഭഫലങ്ങളും പ്രദാനം ചെയ്യും. ബുധന് ചന്ദ്രനുമായി ശുഭസ്ഥിതി ഇല്ലെങ്കിൽ ജാതകന് ഓർമ്മക്കുറവ്, നാഡീസംബന്ധമായ അസുഖങ്ങൾ, എപ്പോഴും ദുഃഖിതനും പല വിധത്തിലുള്ള ചിന്തകൾ മൂലം മനസ്സ് അസ്വസ്ഥമായിരിക്കും. യാത്രാവേളയിൽ അപകടങ്ങൾ കൊണ്ടുള്ള രോഗങ്ങൾക്കും സാധ്യതയുണ്ടായേക്കാം. അതുപോലെ തന്നെ ചൊവ്വയും ബുധനുമായി അശുഭസ്ഥിതി വന്നാൽ ബുദ്ധിവൈകല്യം, ഉദരരോഗങ്ങൾ, അർശസ്, അപസ്മാരം പോലുള്ള രോഗങ്ങൾ, സാഹസിക പ്രവൃത്തികളിൽ ഏർപ്പെട്ടുണ്ടാകുന്ന അപകടങ്ങൾ, അതുമൂലമുള്ള രോഗങ്ങളും, അതുപോലെ ബുധന് വ്യാഴവുമായി പാപസ്ഥിതി വന്നാൽ ബുദ്ധിക്കുറവും പലവിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും, ബുധന് ശുക്രനുമായി പാപസ്ഥിതി വന്നാൽ ലൈംഗിക രോഗങ്ങൾ, മുഖ്യരോഗങ്ങൾ, ഓർമ്മക്കുറവ് എന്നീ ബുദ്ധിമുട്ടുകളും, ശനിയുമായി ദോഷസ്ഥിതി വന്നാൽ ബുദ്ധിക്കും ഓർമ്മയ്ക്കും വൈകല്യം, പലവിധത്തിലുള്ള രോഗാരിഷ്ടതകളും, അതുപോലെ തന്നെ ജാതകത്തിൽ ബുധൻ മേടത്തിൽ ദുർബലനായെന്നാൽ ബുദ്ധിഭ്രമം, തലവേദന, തലച്ചോറിനെ ബാധിക്കുന്ന രോഗങ്ങൾ, നാഡീസംബന്ധമായ രോഗങ്ങൾ, ത്രിദോഷജന്യമായ രോഗങ്ങൾ. ബുധൻ ഇടവൻ രാശിയിലാണ് ദുർബലനായി നിൽക്കുന്നതെങ്കിൽ തൈറോയിഡ്, വിക്ക്, ശബ്ദസംബന്ധമായ പ്രശ്നങ്ങൾ, ഗ്രന്ഥിരോഗങ്ങൾ, ജനനേന്ദ്രിയ രോഗങ്ങളും. മിഥുനം രാശിയിലാണ് ബുധൻ ദുർബലനായി നിൽക്കുന്നതെങ്കിൽ ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ, ആസ്മ, തോൾ തുടങ്ങിയ മുതലായവയ്ക്ക് വേദന, കൈതരിപ്പ് എന്നിവയും. കർക്കിടകൻ രാശിയിലാണ് ബുധൻ ദുർബലനായി നിൽക്കുന്നതെങ്കിൽ ഉദരരോഗങ്ങൾ, ദഹന സംബന്ധമായ രോഗങ്ങൾ, പാദരോഗങ്ങൾ, മദ്യപാനം മൂലമുള്ള രോഗങ്ങൾ, ജലജന്യ രോഗങ്ങൾ എന്നിവയും. ചിങ്ങൻ രാശിയിലാണ് ബുധൻ ദുർബലനായി നിൽക്കുന്നതെങ്കിൽ പക്ഷാഘാതം, ഹൃദയ സംബന്ധമായ രോഗങ്ങൾ, ബുദ്ധിഭ്രമം, ഹിസ്റ്റീരിയ, മുതുകുവേദന എന്നിവയും. ബുധൻ കന്നിരാശിയിലാണ് ദുർബലനായി നിൽക്കുന്നതെങ്കിൽ ശ്വാസതടസ്സം, നാഡീസംബന്ധമായ രോഗങ്ങൾ, ഉദരരോഗം, വയറിളക്കം എന്നിവയും. തുലാം രാശിയിലാണ് ബുധൻ ബലഹീനനായി നിൽക്കുന്നതെങ്കിൽ തലവേദന, രക്തദൂഷ്യം മൂലമുള്ള രോഗങ്ങൾ, ജനനേന്ദ്രിയം, മൂത്രാശയം എന്നിവയ്ക്ക് രോഗങ്ങളും. ബുധൻ വൃശ്ചികം രാശിയിലാണ് ദുർബലനായി നിൽക്കുന്നതെങ്കിൽ ഗുഹ്യരോഗങ്ങൾ, അർശസ്, മലബന്ധം,
ജനനേന്ദ്രിയ സംബന്ധമായ രോഗങ്ങൾ, കൈകൾക്ക് വേദന എന്നിവയും. ബുധൻ ധനുരാശിയിലാണ് ദുർബലനായി നിൽക്കുന്നതെങ്കിൽ നാഡീരോഗങ്ങൾ, മുതുക്, ഇടുപ്പ്, നടു മുതലായവയ്ക്ക് വേദനയും. മകരം രാശിയിലാണ് ബുധൻ ദുർബലനായി നിൽക്കുന്നതെങ്കിൽ ക്യാൻസർ, വാതസംബന്ധമായ രോഗങ്ങൾ, മാനസിക പിരിമുറുക്കം എന്നിവയും. കുംഭം രാശിയിലാണ് ബുധൻ ബലഹീനനായി നിൽക്കുന്നതെങ്കിൽ വെരിക്കോസ് വെയിൻ, നട്ടെല്ല്, മജ്ജ മുതലായവയ്ക്ക് രോഗങ്ങൾ, ശരീരവേദന, രക്തസംബന്ധമായ രോഗങ്ങൾ എന്നിവയ്ക്കും. മീനൻ രാശിയിലാണ് ബുധൻ ദുർബലനായി സ്ഥിതി ചെയ്യുന്നതെങ്കിൽ കാലിന് നേരെ, വാതസംബന്ധമായ രോഗങ്ങൾ എന്നിവയും അനുഭവപ്പെടും. ഇങ്ങനെ ജാതകവശാൽ ബുധൻ ദുർബലനായി നിൽക്കുമ്പോൾ ബുധനുമായി ബന്ധപ്പെടുന്ന രോഗകാരകഗ്രഹം സൂചിപ്പിക്കുന്ന രോഗങ്ങൾക്ക് ഉണ്ടാകാൻ സാധ്യത വർദ്ധിക്കുന്നു. ബുധദശാകാലത്തോ ബുധദശ അപഹാരകാലത്തോ മറ്റു ദുസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹങ്ങളുമായി ബന്ധം വരുമ്പോഴോ ആയിരിക്കും രോഗങ്ങൾ വരാൻ സാധ്യത കൂടുതൽ. ഇങ്ങനെ വരുന്ന അവസ്ഥയിൽ നിങ്ങൾ സ്വാത്വികനായ ഒരു ജ്യോതിഷിയെ സമീപിച്ച് നിങ്ങളുടെ ജാതകം വിശകലനം ചെയ്ത് രോഗം ഗ്രഹസംബന്ധമായതാണോ, ജ്യോതിഷപ്രകാരമുള്ള പരിഹാരം കൊണ്ട് രോഗം മാറുമോ, അതോ വൈദ്യസംബന്ധമായ പരിഹാരം മതിയോ, അതോ രണ്ടു വിധത്തിലുള്ള പരിഹാരം അനിവാര്യമാണോ എന്ന് ജ്യോതിഷിയിൽ നിന്നും മനസ്സിലാക്കി രോഗശമനത്തിനായി വേണ്ടത് ചെയ്യുക. നിത്യവും ബുധഗായത്രി ജപിക്കുന്നതും ബുധനാഴ്ചകളിൽ വ്രതമനുഷ്ഠിച്ച് ക്ഷേത്രദർശനം നടത്തി ധന്വന്തരി മന്ത്രത്താൽ അർച്ചന നടത്തുന്നതും കാഞ്ഞിരങ്ങാട്ടുള്ള വൈദ്യനാഥ ക്ഷേത്രത്തിലെ ക്ഷേത്രക്കുളത്തിൽ കുളിച്ച് ക്ഷേത്രദർശനം നടത്തി വൈദ്യനാഥനെ പ്രാർത്ഥിച്ച് യഥാശക്തി വഴിപാടുകൾ നടത്തി ക്ഷേത്രത്തിലെ തീർത്ഥം സേവിക്കുന്നതും രോഗശമനത്തിന് ഉത്തമമായ പരിഹാരമാണ്. ഓം ഗജധ്വജായ വിദ്മഹേ സുഖഹസ്തായ ധീമഹി തന്നോ ബുധ പ്രചോദയാത്. ഇതാണ് ബുധഗായത്രി. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. ഓം ശ്രീ മഹാദേവേ നമഃ.